वै जगदम्ब मदम्ब कदम्ब हवन प्रियवासिनी हासरते शिखरि शिरोमणि तुंग हिमालय शृंग निजालय मध्यगते मधु मधुरे मधु कैटभ भंजिनी हासरते जय जय हे महिषासुर मर्दिनी रम्यक पर्दिनी शैलसुते. ബിജെപി നേതാവ് സാമ്പത് പാത്ര അദ്ദേഹം പാർലമെന്റിൽ ശ്ലോകം ചൊല്ലി. സാധാരണ പാർലമെന്റിൽ ഏറ്റവും സമയം കൂടുതൽ ഉറങ്ങുന്ന ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ ശ്ലോകം കേട്ട് ഞെട്ടി ഉണർന്ന പപ്പുമോൻ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്താണ് സംഭവം? ധന്യ പറഞ്ഞതുപോലെ BJPയുടെ MP ആയിട്ടുള്ള സമ്പത് പാത്ര ജയ ജയ ഹേ മഹിഷാസുരമർദിനി സ്തോത്രം ചൊല്ലിക്കൊണ്ടാണ് ഈ സഭയെ ഞെട്ടിച്ചത്. അദ്ദേഹം ആ ഒരു വളരെ കൃത്യമായ രീതിയിൽ, വളരെ ചടുലമായ രീതിയിൽ, ശക്തമായ ഭാഷയിലാണ് അത് ചൊല്ലിയത്. അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് വേറെ തന്നെയായിരുന്നു. ഇത് ചൊല്ലാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ സോണിയാഗാന്ധി ഈ പല രീതിയിൽ, അതായത് അന്ന് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ദ്രൗപദി മുർമുവിനെ ആക്ഷേപിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മഹിഷാസുര മർദിനി സ്തോത്രം ചൊല്ലിക്കൊണ്ട് സമ്പത് പാത്ര, അതായത് അദ്ദേഹം ഒഡീഷയിലെ MP ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ വളരെ കരുത്തനായിട്ടുള്ളൊരു നേതാവ് കൂടിയാണ്. വളർന്നു വരുന്ന നേതാക്കന്മാരിൽ ദേവേന്ദ്ര ഫട്നവിസിനെ പോലെ, അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരെ പോലെയൊക്കെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിവുള്ള ഒരു MP ആണ് സമ്പത് പാത്ര. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ ചിലത് വിവാദമായിട്ടുണ്ട്, ചിലത് ആളുകൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ BJP വളരെ കരുതലോടെ കൊണ്ട് നടക്കുന്ന ഒരു MP ആണ് ഈ പറയുന്ന സമ്പത് പാത്ര എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ, ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയെ അപമാനിച്ചതിനെതിരായിക്കൊണ്ട് ശക്തമായ രീതിയിലുള്ള ശ്ലോകമാണ് ചൊല്ലിയത്. ഈ മഹിഷാസുരമർദിനി സ്തോത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹിഷാസുരമർദിനിയായി നിൽക്കുന്ന ദേവിയെ പ്രകീർത്തിക്കുന്ന ശ്ലോകമാണിത്. സാക്ഷാൽ ദുർഗാദേവിയെ, സാക്ഷാൽ ഭദ്രകാളിയായിട്ടുള്ള ഈ ദശമഹാവിദ്യകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സാക്ഷാൽ ദേവിയെ, ആ മഹാപരാശക്തിയെ അതിൻ്റെ എല്ലാ ഭാവത്തോടും കൂടി വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ പറയുന്ന മഹിഷാസുരമർദിനി സ്തോത്രം എന്ന് പറയുന്നത്. അത് അദ്ദേഹം ചൊല്ലാനുള്ള കാരണം, അയഗിരി നന്ദിനി എന്നാണ് ആ ശ്ലോകം തുടങ്ങുന്നത്. അയഗിരി നന്ദിനി നന്ദിത മേദിനി വിശ്വവിനോദിനി നന്ദിനുദേ എന്ന് തുടങ്ങുന്ന ശ്ലോകം അവസാനിക്കുന്നത് ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകബർദിനി ശൈലസുദേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ആ ശ്ലോകം ഒന്ന് നന്നായിട്ട് ചൊല്ലാൻ പറ്റൂലേ? അല്ല, അത് നന്നായിട്ട് ചൊല്ലുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണത്. അതായത് കൃത്യമായി ചൊല്ലുക, അത് വളരെ ഏതെങ്കിലും ഒരു വരികൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ട്രോൾ മഴ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, രമ്യകബർദിനി ശൈലസുദേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകബർദിനി ശൈലസുദേ. അത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മഹിഷാസുരനെ വധിച്ചതിന് ശേഷം മഹിഷാസുരമർദിനിയായി നിൽക്കുന്ന മഹാദേവിയുടെ ആ ചരിത്രം, ആ ഒരു പ്രഭാവത്തെയാണ് അദ്ദേഹം എടുത്ത് കാണിച്ചത്. ഈ മഹിഷാസുരമർദിനിയായി നിൽക്കുന്ന ദേവി ആരാണ്? ആദിപരാശക്തിയാണ്. ആദിപരാശക്തി എന്താണ്? സ്ത്രീയാണ്. സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമാണ്, ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ശിവനുള്ളൂ. ശിവനും ശക്തിയും ചേർന്നാൽ മാത്രമേ പ്രപഞ്ചമുള്ളൂ. ഇതാണ് സത്യം. ഇതാണ് അദ്ദേഹം അതിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് അവർ സാക്ഷാൽ ദേവിയാണ്. അത് രാഷ്ട്രപതിയെ മാത്രം ഉന്നയിച്ചുകൊണ്ടല്ല പറഞ്ഞത്. ഈ രാജ്യത്തെ, ഈ ഭാരതത്തിലെ, ഈ ലോകത്തെ സ്ത്രീകളെല്ലാം തന്നെ ദേവിയാണ്. നമ്മുടെ സനാതനധർമ്മം കാണുന്നത് എല്ലാ വനിതകളെയും ദേവിയായി, ശക്തിയായി കാണുന്നതാണ് സനാതനധർമ്മം. ആ ശക്തിയോടൊപ്പം പുരുഷനാവുന്ന ശിവൻ ചേരുമ്പോൾ മാത്രമാണ് പുതിയ സൃഷ്ടികൾ ഉണ്ടാവുന്നുള്ളൂ, കാലം നിലനിൽക്കുന്നുള്ളൂ. പ്രപഞ്ചത്തെ, പ്രകൃതിയെ, ഭൂമിയെ ഒക്കെ ദേവിയായി കാണുന്ന ചരിത്രമാണ് നമുക്കുള്ളത്. ആ അത്തരത്തിൽ കാണുന്ന ഒരു ആദിവാസി സ്ത്രീ ആയിട്ടുള്ള ദ്രൗപദി മുർമുവിനെ ഒരു ഉളുപ്പുമില്ലാതെ ഈ വിമർശിക്കുക, അധിക്ഷേപിക്കുക എന്ന നിലപാടാണ് ആര് സ്വീകരിച്ചത്? സോണിയാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസും സ്വീകരിച്ചത്. അതിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി വിമർശനങ്ങൾ ഉയർത്തി. ഇവിടുത്തെ എത്ര മാധ്യമം, ഞാൻ ചോദിക്കട്ടെ, മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം അത് ചർച്ച ചെയ്തോ? കേരളത്തിലെ മാധ്യമം ഈ പറയുന്ന ദളിത് സ്നേഹം പറയുന്ന, ഈ വലിയ കാര്യങ്ങൾ പറയുന്ന ഏതെങ്കിലും മാധ്യമം സോണിയാഗാന്ധി ഈ പറയുന്ന രാഷ്ട്രപതി അപമാനിച്ചത് ചർച്ച ചെയ്തോ? ചർച്ച ചെയ്തിട്ടില്ല. അത് അവർക്ക് പ്രശ്നമല്ല. കോൺഗ്രസ് മാപ്പ് പറയുന്നതോ മാപ്പ് പറയാതിരിക്കുന്നതോ അവർക്ക് വിഷയമല്ല. അവർക്ക് നരേന്ദ്രമോദിയെക്കുറിച്ച് എന്തെങ്കിലും കിട്ടണം, RSSനെ കുറിച്ച് എന്തെങ്കിലും കിട്ടണം, BJPയെക്കുറിച്ച് എന്തെങ്കിലും കിട്ടണം. ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം വളരെ ഉച്ചത്തിൽ പാർലമെൻറ്റിനെ എല്ലാ ആളുകളുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ചൊല്ലി. ഈ സമയത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി സുഖനിദ്രയിലായിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് സുഖനിദ്രയിലോട്ട് പോകും. എനിക്കറിയില്ല, അദ്ദേഹത്തിന് ചിലപ്പം
ഏതെങ്കിലും തരത്തിൽ കൊളസ്ട്രോളോ ഷുഗറോ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ല. യുവ നേതാവാണ്. എന്നാൽ പോലും ഇപ്പോൾ യുവാക്കൾക്കൊക്കെ പ്രമേഹമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. ഷംസീർ വരെ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം ഉറങ്ങിയിരുന്നു. പക്ഷെ അത് പറയുന്നത് ഈ തള്ളു ഇങ്ങനെ കേൾക്കുമ്പോൾ ആർക്കായാലും ഉറക്കം വരും, ഇത് കേട്ടിട്ടുണ്ട് എന്ന നിലയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ നല്ല ഉറക്കത്തിലായിരുന്നു ആര്, നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. പെട്ടെന്നാണ് ഇദ്ദേഹം ഞെട്ടി ഉണർന്നത്. ഇത് എവിടെയാണ് ഉള്ളത് എന്ന രീതിയിലാണ് പുള്ളിയുടെ ഭാവങ്ങളും കാര്യങ്ങളും. ഓഫീസിലാണോ എന്ന് അദ്ദേഹം എന്നെ ഇറങ്ങി തട്ടിക്കൊണ്ടു വന്നോ, അറിയാതെ വന്ന് കയറിയോ എന്നുള്ള നിലപാടിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സമ്പദ് പാത്രയുടെ വാക്കുകൾ ചാട്ടിൽ പോലെ ചെന്ന് പതിച്ചത് രാഹുലിൻ്റെ നെഞ്ചത്തേക്കായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഈ രീതിയിൽ അപമാനിക്കുക? നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ? എന്നിട്ട് ഇവിടെ വന്നിരുന്നു കൊണ്ട് സ്ത്രീ ശക്തിയെപ്പറ്റി, അതുപോലെ തന്നെ ദളിത് സ്നേഹത്തെപ്പറ്റി, ഈ ഇന്ത്യയിലെ ആദിവാസികളുടെ വികസനത്തെപ്പറ്റി, അവരുടെ പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ പറയുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യയുടെ പ്രഥമ വനിതയായിട്ടുള്ള രാഷ്ട്രപതി അപമാനിച്ചതിൽ നിങ്ങൾ മാപ്പ് പറയുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ എളിഞ്ഞ മുഖത്തോടു കൂടി അത് കേട്ടിരിക്കാൻ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത്. അതിനുശേഷം ആ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ പോലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറയുന്നത് സമ്പദ് പത്രമാർ ഉയർന്നു വരണം എന്ന് തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഭാരതത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ഭാരതത്തെ പലപ്പോഴും ആളുകൾ ഇടിച്ചു താഴ്ത്തി വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭാരതീയ സങ്കല്പം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമായ വശം ഞാൻ പറയാം. ഒരു മഹിഷാസുരമർദ്ദിനി സ്തോത്രം ചൊല്ലുമ്പോഴേക്ക് ഇങ്ങനെയാണെങ്കിൽ മറ്റു പല സ്തോത്രങ്ങളും ഉണ്ട് ഇതിലും കടുത്തത്. ഇത് ഓരോന്നും ചൊല്ലുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒക്കെ ഓടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാവടക്കി വെച്ച് മാന്യമായ വിമർശനങ്ങളാവാം. എനിക്കിപ്പോൾ ധനിയെക്കുറിച്ചൊരു വിമർശനം ഉണ്ടെങ്കിൽ എനിക്ക് വിമർശിക്കാം. പക്ഷേ അത് അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ വിമർശിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാപ്പ് പറയാനെങ്കിലും തയ്യാറാവുക എന്ന് പറയുന്നത് എൻ്റെ മര്യാദയാണ്. പക്ഷെ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഈ ഗാൻഗ്രസ് എന്നാണ് പറയുന്നത്, കോൺഗ്രസ് അല്ല ഗാൻഗ്രസ്. അതായത് ഈ ഖാൻ കുടുംബമാണ്. ഈ പപ്പു ഖാൻ, നെഹ്റു ഖാൻ, ഇവരൊക്കെ ഖാൻ കുടുംബമാണ്. ഗണ്ഡി കുടുംബം എന്ന് നമ്മൾ പറയുമ്പോഴും ഗണ്ഡി കുടുംബത്തേക്കാൾ ഖാൻ കുടുംബം, അത് അവരുടെ ഒരു സംഭവം, ഖാൻമാരാണ് ഇവർ. അപ്പോൾ അതുപോലെ ആ ഒരു സ്വഭാവമാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കേട്ടുകൊണ്ട് കേരളത്തിലടക്കമുള്ള ചില വിവരമുള്ള നേതാക്കന്മാർ, ഇപ്പോൾ ശശി തരൂർ ഉൾപ്പെടെ ചില വിവരമുള്ള നേതാക്കന്മാർ പെട്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടത് തിരിയുന്നില്ല. കാരണം ഇതിൻ്റെ മുകളിലുള്ള ആളുകൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇവർ തന്നെ 2-3 പ്രസ്താവനകൾ ഇറക്കിയാൽ അടുത്ത ഒരു ഇലക്ഷന് BJP ഒരു 360 സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ അതാ ഞാൻ പറഞ്ഞത്. ഇനിയും 2-3 പ്രസ്താവനകൾ കൂടി ഇറക്കിക്കഴിഞ്ഞാൽ ഒരു 363 സീറ്റോട് കൂടി BJP അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഇവർ തന്നെ ഒരുക്കി കൊടുക്കും. നരേന്ദ്രമോദിയുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത്രയ്ക്ക് നല്ലൊരു പ്രതിപക്ഷത്തെ കൊടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആശ്വസിക്കാവുന്ന, അദ്ദേഹത്തിന് ആനന്ദം കണ്ടെത്താവുന്ന, അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിയിരിക്കാവുന്ന ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ Z കാറ്റഗറി സുരക്ഷയൊക്കെ കൊടുത്ത് ഈ പറയുന്ന SPGയുടെ സുരക്ഷയും NSGയുടെ സുരക്ഷയൊക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ ഇരുത്തുകയാണ്. കാരണം ഇവരെവിടെയും പോകാൻ പാടില്ല, ഇവർ തന്നെ ആയിരിക്കണം എവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് കാലങ്ങളോളം ഇരിക്കേണ്ടതെങ്കിൽ മാത്രമാണ് BJPക്ക് കാലങ്ങളോളം അവിടെ കയറി ചെങ്കോട്ടയിൽ പാർലമെൻറ്റിൽ അധികാര സ്ഥാനത്തിരിക്കാൻ പറ്റത്തുള്ളൂ എന്നതാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. അതായത് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൻ്റെ പുറത്ത് വലിയ പ്രസ്താവനകൾ നടത്തുന്ന കോൺഗ്രസ് തന്നെയാണ് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ദ്രൗപദി മുർമുവിനെ പോലെയുള്ള ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വനിതയെ ഒരു എളുപ്പമില്ലാതെ കളിയാക്കിയത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും.